ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുള്ളത് എൻ്റെ ഹോം ടൂറാണ് കേട്ടോ. ഞങ്ങളുടെ കുഞ്ഞു സ്വർഗം കാണിക്കാനാണ്. അപ്പോൾ ഇത് കോട്ടേഴ്സാണ് കേട്ടോ നമ്മളിപ്പോൾ താമസിക്കുന്നത്. 2 റൂമുള്ളൊരു കോട്ടേഴ്സാണ്. ആ സൈഡും പിന്നെ നമ്മളെ ഈ റൂമും. അപ്പോൾ ഇവിടെ ആകെ തുണികളാണ് കേട്ടോ. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ അറിയില്ല. നമ്മൾ ഈ ഒരു സൈഡിൽ ഇങ്ങനെയാണ് കേട്ടോ. മുൻപിൽ ചകിരി ചാക്ക് കുറച്ച് വിറകൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം അല്ലേ. അപ്പോൾ അതാ സിറ്റ് ഔട്ടിലേക്ക് കയറിയാണ്. സിറ്റ് ഔട്ട് എന്ന് പറയാൻ ചെറിയൊരു സിറ്റ് ഔട്ടാണ് കേട്ടോ. ചെറുതായിട്ട് ഇങ്ങനെ ഗിൽസൊക്കെ വെച്ചിട്ടുള്ള സിറ്റ് ഔട്ടാണ്. ചെറിയൊരു സിറ്റ് ഔട്ട് കേട്ടോ. പിന്നെ നമുക്ക് ഡൈനിങ് ഹാളിലേക്ക് പോകാം അല്ലേ. ഡൈനിങ് ഹാളിൽ പിന്നെ കുറച്ചും കൂടെ ഒരു സ്പേസ് ഉണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ കുറേ ആളൊക്കെ കൂടുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതാ ഇവിടെ ഒരു മരത്തിൻ്റെ ഒരു ടേബിൾ ഉണ്ട് കേട്ടോ. അതിന് 2 കസാലയുണ്ട്. പിന്നെ മോളുടെ കുടയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്, ക്ലോക്ക് ഉണ്ട്, പിന്നെ സ്റ്റൂൾ ഇതാ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ മക്കൾക്കും എനിക്കൊക്കെ കിട്ടിയിട്ടുള്ള കപ്പൊക്കെയാണ് കേട്ടോ. പിന്നെ എൻ്റെ മുസാഫ്, മോളുടെ മദ്രസയിലെ ബാഗ്, എൻ്റെ നിസ്കാരപ്പൊക്കെ അവിടെ ആയിട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഇക്കാൻ്റെ കുറച്ച് തുണികളൊക്കെ അവിടെ അയലും ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ മഴ ആയതുകൊണ്ട് തന്നെ ഫുൾ അയലാണല്ലേ. ആ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വാഷ് ബേസ് ഉള്ളത്. പിന്നെ ഇതാ നമ്മളെ റൂമാണ് കേട്ടോ. റൂമിൽ ഇതൊരു അലമാര, അതേപോലെ കട്ടിൽ അതിനേ ഉള്ളൂ. പിന്നെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു ബാത്റൂം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ കട്ടിൽ. പിന്നെ ആ ഒരു ചുമരിൻ്റെ കൂടെ തന്നെ ഒരു അലമാര ആയിട്ടുണ്ട് കേട്ടോ. മക്കളുടെ മരുന്നൊക്കെ വെക്കുന്നത് ആ ഒരു അലമാരയിലാണ്. അപ്പോൾ ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ ഇതങ്ങനെ ആരും യൂസ് ചെയ്യാറില്ല, എപ്പോഴെങ്കിലുമൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. യൂറോപ്യൻ ക്ലോസറ്റാണ് കേട്ടോ. മെയിനായിട്ടും നമ്മൾ ഡൈനിങ് ഹാളിലുള്ള ബാത്റൂമാണ് എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. പിന്നെ എന്തായാലും നമുക്ക് നമ്മൾ അടുത്ത റൂമിലോട്ട് പോകട്ടെ. നല്ല മഴയായിരുന്നു, ഇപ്പോൾ ഒന്ന് ചോർന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ മറ്റേ റൂം കേട്ടോ. 2 റൂമാണ് ഈ കോട്ടേഴ്സിന്. ഇവിടെ ഈ കൊട്ടയിൽ മക്കളുടെ ഡ്രസ്സ് ഉണ്ട് ഒക്കെയാണ് കേട്ടോ. പിന്നെ അയൽ ഞാൻ പറഞ്ഞല്ലോ, മഴ ആയതുകൊണ്ട് തന്നെ ഉണങ്ങാത്തതുകൊണ്ട് ഫുൾ അയലായിരുന്നു. പിന്നെ ഉണങ്ങിയതൊക്കെ ഇത് മടക്കി വെച്ചതാണ് കേട്ടോ, കൊണ്ടുവച്ചിട്ടില്ല. പിന്നെ ഈ ഒരു പടിമേൽ സ്റ്റൂള്, മോളുടെ കസാല, അവളുടെ പാവക്കുട്ടി കാര്യങ്ങൾ, പിന്നെ ഈ കൊട്ടയിൽ മക്കളുടെ ബുക്സാണ് കേട്ടോ. ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടിയ അരി അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചതാണ്. നല്ല ചില്ലറ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇത് റാക്കുമ്മലും ഇത് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മളെ കോമൺ ബാത്റൂമാണ് കേട്ടോ. ഇത് സാധാ ക്ലോസറ്റിൻ്റെ ബാത്റൂമാണ്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ കേട്ടോ. ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉള്ള ചെറിയൊരു ബാത്റൂം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ മെയിൻ ഇതാണല്ലേ നമ്മൾ പെണ്ണുങ്ങളെ കിച്ചൺ, ആ കിച്ചണിലോട്ട് പോകാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ചെറിയ കിച്ചൺ കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് ഇത് കുഴപ്പമില്ല, പക്ഷെ ആരെങ്കിലും വന്നാൽ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. അപ്പോൾ അത് കുറച്ച് പഴയ ഡ്രസ്സൊക്കെ മടക്കി വെച്ചിട്ട് നമ്മൾ നിലത്ത് വിരിക്കുന്ന ഡ്രസ്സാട്ടോ അതൊക്കെ. പിന്നെ ഗ്യാസിൽ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്, അങ്ങനെ നിറച്ച് വെച്ചതാണ്. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ കുഞ്ഞി അടുപ്പ്. ആ ഒരു സൈഡിലെ അടുപ്പ് മാത്രമേ ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഗ്ലാസ് വെക്കുന്നത്, കത്തി വെക്കുന്നത്, സ്പൂൺ വെക്കുന്നത് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. നമ്മൾ ദോശക്കല്ല് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മിക്സിയുടെ ജാറും കാര്യങ്ങളും, നമ്മളെ കുപ്പികളും മസാല കുപ്പികളൊക്കെ ഇവിടെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ചെറിയൊരു അടുക്കളയിലാണത് കറക്റ്റിൽ കൊണ്ടുപോകും കേട്ടോ. പിന്നെ അവിടെ കുടം വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മൾ പുറത്തേക്ക് പോകുന്ന ഗിൽസ്. ഇവിടെ കുട ഒറയിൽ കവറിൽ കരിവേപ്പിലയായിരുന്നു കേട്ടോ, അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാത്ര സ്റ്റാൻഡ് അതാണ്. പിന്നെ ഈ റാക്കുമ്മൽ കുപ്പികൾ, നമ്മൾ ഓലക്കൊടിയൊക്കെ അവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു സൈഡിൽ ഞാൻ പലക ഇങ്ങനെ വെച്ച് കയറ് കെട്ടിയിട്ട് നമ്മൾ വലിയ പാത്രങ്ങളൊക്കെ ഇവിടെയാണ് കേട്ടോ വെക്കാറുള്ളത്. നമുക്ക് അകത്ത് വെക്കാൻ സ്പേസ് ഇല്ല, അതുകൊണ്ട്. പിന്നെ അവിടെ നമ്മൾ തുടക്കുന്ന കോലൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു സൈഡിലും നമ്മളെ വിറകും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചിട്ടുള്ളത്. മഴയാകുമ്പോൾ എങ്ങനെ മൂടിയാലും ചെറുതായിട്ടൊക്കെ നനയും, അതാകുമ്പോൾ മഴ അങ്ങനെ പെയ്യല്ലേ, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോസ്